ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൾ. നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിച്ചു കൂട്ടി അല്ലേ? ഇനി നമ്മൾ കുറച്ച് ഗ്രാമർ ഇല്ലാതെ കുറച്ചൊന്ന് പഠിച്ചു നോക്കിയാലോ? വെറും കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക്, അതായത് തുടക്കക്കാർക്ക് എങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് പറയാം, അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഗ്രാമറിൻ്റെതായ ഒരു കാര്യവും വരുന്നില്ല. ഗ്രാമർ ഉണ്ട് എന്നാൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, അത് നമുക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയുള്ള ഒരു 10 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇംഗ്ലീഷ് ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. നമുക്ക് ഇനി ഒരുപാടൊന്നും പറയാതെ തന്നെ നമുക്ക് അതിനകത്തേക്കും കടക്കാം. അതാണ് നല്ലത്, വെറുതെ എന്തിനാ സമയം കളയുന്നത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യത്തെ നമുക്ക് വാണ്ട്, WANT എന്നതിൽ തുടങ്ങാം. ആഗ്രഹിക്കുക, ആവശ്യമായിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. വാണ്ട്, അത് വെച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഐ വാണ്ട് എ പെൻ, എനിക്ക് ഒരു പേന വേണം അല്ലെങ്കിൽ ആവശ്യമായിരിക്കുന്നു. ഐ വാണ്ട് ടീ, എനിക്ക് ചായ വേണം. ഐ വാണ്ട് ടു ബുക്ക് എ ടിക്കറ്റ് നൗ, എനിക്കൊരു ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്യണം, എവിടെയെങ്കിലും പോകാനായിരിക്കും. ഐ വാണ്ട് ബുക്ക് എ ടിക്കറ്റ് നൗ. അപ്പൊ നമുക്ക് ഈ വാണ്ട് ഉപയോഗിച്ച് ആവശ്യമാണ് എന്ന് പറയണമെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കുക. അതിനോട് നമ്മൾ ആ കുറച്ച് വെർബുകൾ, അതായത് കുറച്ച് ആക്ഷൻസ് അങ്ങോട്ട് ചേർക്കുക, കാര്യങ്ങൾ സുഗമമായിട്ട് നടക്കും. ഐ വാണ്ട് എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബുക്ക് വേണം. ഐ വാണ്ട് ബുക്ക് എ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി ഇതൊന്നും വേണ്ടെങ്കിലോ? അതും എളുപ്പമാണ്. ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാം. ഐ ഡോണ്ട് വാണ്ട് എ പെൻ, ഐ ഡോണ്ട് വാണ്ട് ടീ, ഐ ഡോണ്ട് വാണ്ട്, ഇത്രയും ഓർമ്മിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ബുക്ക് എ ടിക്കറ്റ് നൗ, ഇപ്പം ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വാണ്ട് മാത്രം വെച്ച് WANT എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേറെ നോക്കാം. ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ഉണ്ടാവുക, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട. ഇത് തുടക്കക്കാർക്കായതുകൊണ്ട് തൽക്കാലം നമുക്കറിയാമെന്നുള്ള മീനിങ് വെച്ച് നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ ഗുഡ് ഫ്രണ്ട്, എനിക്കൊരു നല്ല കൂട്ടുകാരനുണ്ട്. ഐ ഹാവ് എ ഗാർഡൻ, എനിക്കൊരു ഗാർഡൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്കുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഹാവ് ചേർത്ത് ആ സാധനം കൂടെ പറയുക. ഐ ഹാവ് എ ബൈക്ക്. മനസ്സിലായല്ലോ? ഐ ഹാവ് ഗുഡ് നോളജ് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷിൽ നല്ല വിവരം ഉണ്ട്. അപ്പൊ ഇനി അടുത്തതോ? ഇല്ല എന്ന് പറഞ്ഞെങ്കിലോ? അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് എ കാർ, ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് ഫ്രണ്ട്, എനിക്കൊരു നല്ല കൂട്ടുകാരനില്ല, അതാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഐ ഡോണ്ട് ഹാവ് എ ഗാർഡൻ, എനിക്കൊരു ഗാർഡൻ ഇല്ല. അപ്പൊ നമ്മള് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക, അതില്ല എന്ന് പറഞ്ഞെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് പ്രയോഗിക്കുക. അത് തീർന്നു. പ്രത്യേകിച്ച് ഗ്രാമറൊന്നും ആലോചിക്കില്ല, ഈ സെന്റൻസുകളൊന്ന് പറഞ്ഞ് പഠിക്കുക. നെക്സ്റ്റ്, ഹാഡ്. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു, ഇനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലോ ഹാഡ് ഉപയോഗിക്കുക. ഹാവിന് പകരം ഹാഡ് ഉപയോഗിക്കുക. ഐ ഹാഡ് എ കാർ, ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്, ഐ ഹാഡ് എ ഗാർഡൻ. അത് മനസ്സിലായല്ലോ? അപ്പൊ ഹാവ് പഠിച്ചു, ഡോണ്ട് ഹാവ് പഠിച്ചു, ഹാഡ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. ക്യാൻ, കഴിയും. ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ പ്ലേ സിത്താർ, ഐ ക്യാൻ പ്ലേ ഗിത്താർ. ഇതേതും വരാം, സിത്താർ ഗിത്താർ എല്ലാം പറ്റും, എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ഐ ക്യാൻ ഹെൽപ്പ് യു ടു റൈറ്റ് എ ലെറ്റർ ഇൻ ഇംഗ്ലീഷ്. കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഐ ക്യാൻ ഹെൽപ്പ് യു ടു റൈറ്റ് എ ലെറ്റർ ഇൻ ഇംഗ്ലീഷ്, ഐ ക്യാൻ ഹെൽപ്പ് യു ടു സോൾവ് ദിസ് പ്രോബ്ലം. ക്യാൻ, കഴിയും. ഇനി കഴിയില്ല എന്നാണെങ്കിലോ? കനോട്ട്. ക്യാൻ കഴിഞ്ഞ് ഒരു നാട്ടൂടെ ഇടുക. അപ്പോൾ കനോട്ടെന്ന് വായിക്കും, കാണ്ടെന്നും വായിക്കും. കാണ്ടെന്നൊന്നും ചുരുക്കം പറയും. അവിടെ നിൽക്കില്ല, കനോട്ട്. ഐ കനോട്ട് സിംഗ്, ഐ കനോട്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയില്ല. ഐ കനോട്ട് ഹെൽപ്പ് യു ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, നിങ്ങളെ ഇംഗ്ലീഷിൽ എഴുതാൻ
സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുക. അപ്പം എന്താണ്? കനോട്ട് എന്നും പഠിച്ചു. ക്യാൻ പഠിച്ചു, കനോട്ട് പഠിച്ചു. സംശയമുണ്ടോ? ഇതെല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, കുഡിൻറ്റ്, കഴിഞ്ഞില്ല. കാൻ്റെ പാസ്റ്റാണ് കുഡ്. അതിൻ്റെ കൂടെ നാട്ട് ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നതിന്. ഇപ്പം കുഡിൻറ്റ്, കുഡ് നോട്ട്. ഐ കുഡ് നോട്ട് സിംഗ്, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഓൺ ടൈം, എനിക്ക് കൃത്യസമയത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ അറ്റ് ദി റൈറ്റ് ടൈം, ആ ശരിയായ സമയത്ത് എനിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട്. ക്യാൻ കഴിയും, കനോട്ട് കഴിയില്ല, കുഡ് നോട്ട് കഴിഞ്ഞില്ല. ക്യാൻ്റെ പാസ്റ്റാണ് കുഡ്. നെക്സ്റ്റ്, ഹാവ് ടു. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഹാവ് ടു എന്നുള്ളത് ഉപയോഗിക്കാം. ഐ ഹാവ് ടു ബുക്ക് എ ടിക്കറ്റ്, എനിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്, പിന്നെ സംഭവിക്കാൻ പോണേ ഉള്ളൂ. ഐ ഹാവ് ടു ഗോ ഹോം നൗ, എനിക്ക് ഇപ്പോൾ വീട്ടിൽ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്, എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഹാവ് ടു ചെയ്യണം. ഇപ്പം എന്തെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുക. കഴിഞ്ഞല്ലോ. നീ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹാവ് ടുവിന് പകരം ഹാഡ് ടു ഉപയോഗിക്കുക. ഐ ഹാഡ് ടു ബുക്ക് എ ടിക്കറ്റ് യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത് അത് ഇന്ന് കൃത്യമല്ല. മനസ്സിലായില്ലേ? ഐ ഹാഡ് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകേണ്ടതുണ്ടായിരുന്നു, ആ സംഭവം കഴിഞ്ഞു. വരാൻ പോകണമെങ്കിൽ ഹാവ് ടു പ്രയോഗിക്കുക. ഐ ഹാവ് ടു ഗോ ദെയർ, എനിക്കവിടെ പോകേണ്ടതുണ്ട്. ഐ ഹാഡ് ടു ഗോ ദെയർ, എനിക്കവിടെ പോകേണ്ടത് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു 10 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒറ്റ ഗ്രാമറും ഇതിനകത്ത് പറഞ്ഞില്ല. നമ്മളെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഐ ഉപയോഗിച്ച്. അതിനകത്ത് ഹീ വന്നാലും ഷീ വന്നാലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. തൽക്കാലം തുടക്കക്കാർക്ക് ഇതൊന്നും പ്രയോഗിച്ചു പോകും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്കൊരു ഇംഗ്ലീഷിൽ ചെറിയ ഒരു ധൈര്യം വരും. അതിനുവേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ്. ഓക്കെ, ഞാൻ നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ്.